ശിവാനിയുടെ ശിവണ്ണൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ശിവയുടെ മരണത്തിന് പിന്നിൽ വയലോരം വീട്ടിലുള്ളവരാണെന്ന് ശിവാനിയെ അറിയിക്കുന്ന മതികല. ശിവാനിയെ മുന്നിൽ നിർത്തി വയലോരം വീടിനെതിരെ കളിക്കാമെന്ന് മതികല. കുട്ടിമണിയുടെ ചികിത്സ മുടക്കുന്നതിനായി ശിവാനി ആശുപത്രി പരിസരത്തെത്തുന്നു. തുടർന്ന് കാണുക. ശിവാനിയെ പരിചയപ്പെട്ടിട്ട് നാള് കുറെ ആയില്ലേ. അതുകൊണ്ട് ശിവാനിയുടെ സംസാരം, നോട്ടം, പോക്കുവരവുകൾ എല്ലാത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ ഒന്നും പിടികിട്ടില്ല. പിച്ചള പറയുന്നതിൽ കാര്യമുണ്ട് സിജ. ശിവാനി വല്ലാതെ മാറിയിട്ടുണ്ട്. സീതർത്തി, എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ആകെ ഒരു പാകപ്പിഴ ഉണ്ടായത് അന്നൊരു ദിവസം കുട്ടികളുടെ ചികിത്സാമുറി തുറക്കാൻ നോക്കി എന്നുള്ളതാ. അല്ലാതെ അന്ന് ആ മുറിയുടെ വാതിൽ തുറക്കാൻ നോക്കിയത് മനഃപൂർവ്വമാണെന്നാ എനിക്ക് തോന്നുന്നത്. പിച്ചളെ, അതെ ബായ്, പെണ്ണിന്റെ മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പെണ്ണുങ്ങളുമായി അടുത്ത് ഇടപഴകി ശീലം എനിക്കില്ല. ശിവാനിയുമായിട്ടുള്ള അടുപ്പം മാത്ര ആകെയുള്ള പരിചയം. അത് വെച്ച് ഞാൻ പറയട്ടെ ബായ്, 1000 മുഖ ഒരേ സമയം പെണ്ണിന് പിടികിട്ടാൻ വല്ലാത്ത പാടാണ്. വീട്ടിലിരുന്ന് ഞാൻ ഓരോന്നായി ഓർത്തെടുത്തു. ശിവാനിയെ കണ്ടുമുട്ടിയത് മുതൽ ഇപ്പൊ വീട്ടിൽ നിന്ന് സീതാർത്ഥിയോടൊപ്പം ഇറങ്ങി വരുന്നത് വരെയുള്ള കാര്യങ്ങൾ. കുട്ടിമണി പെങ്ങളെപ്പോലെ പാവായിരുന്ന ശിവാനി അല്ലപ്പം. സീതാർത്ഥിയോടൊപ്പം ഇങ്ങോട്ട് വരാനിറങ്ങിയപ്പം ഞാനത് ശരിക്കും അറിഞ്ഞു. സങ്കടങ്ങളും ദൈന്യതയും നിറഞ്ഞിരുന്ന ശിവാനിയുടെ കണ്ണുകളിലിപ്പം അതില്ല. പകരം എനിക്കും തോന്നിയിട്ടുണ്ട്, വാക്കുകളിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ. പിച്ചള ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാ ശിവാനിയില് ഈ മാറ്റം കണ്ടു തുടങ്ങിയത്. കാര്യമായി എന്തോ ശിവാനിയിൽ സംഭവിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ശിവാനി അടുത്ത് വരുമ്പം ഞാൻ അത് ആസ്വദിച്ചിട്ടുണ്ട്. എന്നാ ഇപ്പൊ അതിനാവുന്നില്ല. അല്ല, എവിടെ ശിവാനി? ഞങ്ങളിപ്പോ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ശിവാനി അവിടെ നിന്നു. ശിവാനി തനിച്ചോ? എന്റെ ബായി, അത് അപകട. ബായി വന്നേ, വാ. പിച്ചളെ, അപ്പൊ ഇതാണ് കുട്ടിമണിയെ പച്ചമരുന്നിൽ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന മുറി. മോളെ കുട്ടിമണി, ഇനി എന്റെ മുൻപിൽ ഈ ഒരു വാതിൽ കൂടിയോ, നിന്റെ മരണത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ പോവാ ഞാൻ. ഏതൊക്കെ വാതിലിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് വരുമോ, ആ വാതിലുകളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോവാ. കുട്ടിമണി, നിന്റെ മരണം ഉറപ്പാക്കാൻ എന്നെ ഇവിടെ വരെ എത്തിച്ചത് നീയും നിന്റെ വീട്ടുകാരും കൂടെ കൊന്നു കുഴിച്ചു മൂടിയ എന്റെ ശിവാണനാ. നീ ഇല്ലാതായെങ്കിലേ എന്റെ ശിവാണന്റെ ആത്മാവിന് ശാന്തി കിട്ടും.
ശിവാനി അകത്ത് കയറി കുട്ടിമണിയുടെ ചികിത്സാ മുറിയുടെ വാതിൽ തുറന്നല്ലേ? ഇനി എന്താ സംഭവിക്കാന്ന് അറിയോ? രേഷ്മേ, ഡോക്ടറെ വിളിക്കുക. എന്താ എന്താ ഡോക്ടറെ? കുട്ടിമണിയെ കിടത്തിയിരിക്കുന്ന മുറിയുടെ വാതിൽ ശിവാനി തുറന്നു. അയ്യോ, പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് ആ മുറി. പരിചയമില്ലാത്തവർ വാതിൽ തുറക്കാൻ ശ്രമിച്ച അലാം മുഴങ്ങും. അലാം ശബ്ദം കേട്ട് ഞാൻ ഓടി വരുമ്പോ കണ്ടത് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ശിവാനിയെ. കുട്ടിമണിയുടെ ചികിത്സ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാ ഇത് സംഭവിച്ചത്. കുട്ടിമണിയുടെ കാര്യത്തിൽ ചിലപ്പോ എന്തിനാ ശിവാനി ഇങ്ങനെ ചെയ്തത്? സംതിങ് വെന്റ് റോങ്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ബായി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്തോ അപകടം മണക്കുണ്ടെന്ന്. ഒന്നും വരുത്തില്ലേ? ശിവാനി, എന്താ ഇതൊക്കെ? ശിവാനി എന്തിനാ ആ മുറിയുടെ വാതിൽ തുറന്നത്? മനസ്സിജം ബായിക്ക് ഇനി മനസ്സിലായില്ലേ? കുട്ടിമണി പെങ്ങളെ കൊല്ലാനായിട്ട് തന്നെ അല്ലേ? അതെ, കുട്ടിമണി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാ ചികിത്സാ മുറിയുടെ വാതിൽ ഞാൻ തുറന്നത്. ശിവാനി? അതെ, ശിവാനി, ശിവയുടെ പെങ്ങൾ ശിവാനി. ഇവളെ ഞാനിന്ന് കൊല്ലും. ശിവാനി, എന്റെ ശിവാണനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാന്നാണോ? നടക്കില്ല. ബായി, കുട്ടിമണിയുടെ ജീവൻ ഇല്ലാതാവുമെന്നറിഞ്ഞപ്പോ നിങ്ങളുടെ ചങ്ക് പടച്ചു അല്ലേ? അപ്പോ ശിവാണനെ നിങ്ങൾ എല്ലാരോടും കൊന്നു എന്നറിഞ്ഞ എന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ശിവാനി, ശിവേ. വേണ്ട, ഇനി എന്നെ പൊട്ടിയൊക്കെ നോക്കണ്ട. എല്ലാം ഞാൻ അറിഞ്ഞു. വയലോരം വീട്ടിൽ വെച്ച് നിങ്ങൾ എല്ലാരും കൂടി എന്റെ ശിവാണനെ തലക്കടിച്ച് വീഴ്ത്തിയത് സിജണ്ണൻ അല്ല, മനസിജൻ. സിജണ്ണാന്ന് ഇനി വിളിച്ച ശിവാണന്റെ ആത്മാവ് പൊറക്കില്ല. ശിവയ്ക്ക് സംഭവിച്ച എന്താന്ന് ഞാൻ പറയാം. ഇനി എന്ത് പറയാൻ? വയലോരം വീട്ടിലുള്ളവരുടെ നാവീന്ന് ഞാൻ എല്ലാം കേട്ടു. അറിഞ്ഞിട്ട് നാള് കുറച്ചായി. എന്നിട്ടും ഒന്നും പുറത്ത് കാണിക്കാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അന്നൊരിക്കൽ പിച്ചള പറഞ്ഞില്ലേ, ഞാൻ അടുത്തു വരുമ്പോ സ്നേഹത്തിന് പകരം ഒരു തരം ചൂട് അനുഭവപ്പെടുന്നേന്ന്. അത് ഈ ചൂടാ. ഇവിടെ വന്ന അന്നു മുതൽ ശിവാണനെ ചോദിച്ചു തുടങ്ങിയതാ ഞാൻ. അപ്പോഴൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു. എന്റെ ശിവാണനെ കൊലപ്പെടുത്തിയവർ എങ്ങനെ ശിവാണനെ കണ്ടെത്താനാ? അവസാനം ദൈവമായിട്ട് തന്നെ ആ സത്യം എന്റെ കാതിലെത്തിച്ചു. പിച്ചള ശിവാനിയെ ഇഷ്ടപ്പെട്ട് പൂർണ്ണ മനസ്സോടെ അല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? ഇഷ്ടം തന്നെയാ. പക്ഷേ നമ്മളില്ലാതാക്കിയ ശിവയുടെ പെങ്ങളാണെന്ന് ഓർക്കുമ്പം ഒരു ഓരോ തവണ ചോദിക്കുമ്പോഴും മനസ്സിജമ്പായും ഞാനും ഉരുകല്. പിച്ചളെ, ശിവയുടെ കാര്യം അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെയെങ്കിലും നാവിൽ നിന്ന് അറിയും. ശിവയുടെ മരണത്തിൽ വയലോരം വീട്ടുകാരെല്ലാം ഉത്തരവാദികളായതിനാൽ ഒരാളുടെ നാവിൽ നിന്ന് പോലും അക്കാര്യം പുറത്തു വരില്ല. എന്റെ ശിവാണനെ ഇല്ലാതാക്കിയവരോട് പകരം വീട്ടാൻ അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാ. കുട്ടിമണിയെ അതിന് പറ്റിയതെന്ന് തോന്നി. ആ ഇരുട്ടുമുറി തുറക്കാൻ പലതവണ നോക്കിയതാ ഞാൻ. ഇന്നാ ശരിക്കും അവസരം ഒത്തുവന്നത്. ദൈവം എന്റെ കൂടെയാണെങ്കിൽ
ഇന്നുകൊണ്ട് തീരും നിങ്ങളുടെ കുട്ടിമണി. നിങ്ങൾ എല്ലാവരും വളരെ നന്നായി അഭിനയിച്ചു. എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് സ്നേഹം നടിച്ച് പറ്റിച്ചു. അനിയത്തിക്കുട്ടിയാണത്രേ. എന്റെ എല്ലാമായ ശിവാണന്റെ കൊലയാളിയുടെ ഒരു സ്നേഹവും എനിക്ക് വേണ്ട. ഉറ്റ ചെങ്ങാതിയെ കൊന്നിട്ട് എന്നെ വേറെ ഒരു ചെങ്ങാതിയെ കൊണ്ട് കെട്ടിക്കാൻ കെണിയൊരുക്കി. നിങ്ങളെക്കാട്ടിലും എത്രയോ ഭേദവാ ആ വിനായകനെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു. ഭായ്, ശിവാനി, നീ അറിഞ്ഞു വെച്ചതൊന്നും ശരിയല്ല. നിന്റെ മനസ്സിൽ ആരോ വിഷം കുത്തി നിറച്ചേക്കുവാ. അതാ നീ ഇങ്ങനെയൊക്കെ. അല്ല, നിന്നോട് ഞങ്ങൾ ഒരു ചതിയും കാണിച്ചിട്ടില്ല, അഭിനയിച്ചിട്ടില്ല. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്തത് തന്നെയാ ഞങ്ങളുടെ പരാജയം. വയലോരം വീട്ടിലെ ഞങ്ങളുടെ അമ്മയെ കൊന്ന ശിവയുടെ അനിയത്തിയാണ് നീയെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിൽ കെട്ടിയവരാ ഞങ്ങള്. അതൊക്കെ അഭിനയമാണെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ആവും, ഒക്കെ അഭിനയം തന്നെയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ശിവാണനെ കുറിച്ച് ഞാൻ തിരക്കിയപ്പോഴൊന്നും നിങ്ങൾ ആരും സത്യം പറയാതിരുന്നത്? എന്റെ ശിവാണൻ ജീവിച്ചിരിപ്പില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്വേഷിക്കുകയാണെന്നും തിരിച്ചു വരുമെന്നും പറഞ്ഞോണ്ടിരുന്നില്ലേ? ഇത് അഭിനയല്ലാതെ മറ്റെന്താ? എന്റെ ശിവാണന്റെ ജീവിതം ഇല്ലാതാക്കിയ ഈ നശിച്ച കൈകൊണ്ട് എന്റെ കഴുത്തെ താലി വീഴാതിരുന്നത് ഭാഗ്യം. നിങ്ങൾ ഇനി ശരിക്കും അറിയും ഈ ശിവാനി ആരാണെന്ന്. നല്ലൊരു വാർത്തയോട് കൂടി തന്നെ തുടങ്ങാം നമ്മൾ തമ്മിലുള്ള യുദ്ധം. കുട്ടിമണി ഇല്ലാതായെന്ന വാർത്തയോടുകൂടി. ഞങ്ങളുടെ കുട്ടിമണി പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ശിവയെ തീർത്തത് ഞങ്ങൾ തന്നെയാ, സമ്മതിച്ചു. അതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവും ഓരോ കാരണങ്ങൾ. ഞാനിപ്പോ ചെയ്തതിനും ഉണ്ടല്ലോ ഒരു കാരണം. ഇവിടം കൊണ്ട് തീർന്നില്ല. ശിവാണന്റെ ആത്മാവിന് തൃപ്തി വരുന്നത് വരെ ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കും ഞാൻ. വേണ്ട, എന്നെ തൊട്ടാ ആ നിമിഷം വിവരം അറിയും. എന്റെ നെഞ്ചിലെ തീ മതി നിങ്ങളെ ചുട്ടിരിക്കാൻ. ശിവാണന്റെ ചോരയ്ക്ക് പകരം വീട്ടിട്ടെ ശിവാനി ഇവിടം വിട്ടു പോകൂ. ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട, എന്റെ പിന്നിലുമുണ്ട് ആൾക്കാർ. അതാരാണെന്ന് കൂടി അറിഞ്ഞു വെച്ചോ. മതികല. എന്റെ ശിവണ്ണൻ അവസാന ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ് പിടച്ചിൽ എന്റെ കൺമുന്നിൽ കാണാം. അതുപോലെ ഞാൻ കാണും നിങ്ങൾ ഓരോരുത്തരെയും. ശിവയുടെ പെങ്ങൾ ശിവാനിയാ പറയുന്നത്. ഭായ്, മോളെ ദാ. ഹലോ, ആരാ? ഞാനാണ് ശിവാനി. ആഹാ, ശിവാനിയോ? ഞാൻ ശിവാനിയുടെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എന്തായി ശിവാനി? കണ്ണകിയുടെ കഥ കേട്ട് വളർന്നവളാ ഞാൻ. പെണ്ണ് പ്രതികാരമൂർത്തിയായാ പിന്നെ എല്ലാം അഗ്നിക്കിരയാക്കും. എന്റെ ശിവാണന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ
ഞാനത് ചെയ്തല്ലേ പറ്റൂ. ആ അതെ ശിവാനി, വയലോരം വീടും അവിടെ ഉള്ളവരും അഗ്നിക്കിരയാവണം. ഉം. അതുകൊണ്ടാണല്ലോ കുട്ടിമണിയും തന്നെ തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചികിത്സാ കേന്ദ്രത്തിൽ കുട്ടിമണി കിടക്കുന്ന മുറിയുടെ വാതിലുകൾ തുറന്നു. എന്നിട്ട് എന്നിട്ട് എന്തായി? കുട്ടിമണിയുടെ കാര്യം കഴിഞ്ഞോ? ഒരു തരി സൂര്യപ്രകാശം അകത്ത് കയറി കഴിഞ്ഞ കുട്ടിമണിക്ക് എന്തിനു വേണ്ടി ചികിത്സ നടത്തുന്നുവോ അതിന് വിപരീതമായിട്ടല്ലേ സംഭവിക്കുന്നത്, അല്ലേ? അതെ, അകത്ത് കടന്ന് അവളെ കൊല്ലാൻ തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ അതിനു മുന്നേ അവിടുത്തെ ഡോക്ടറിനെ കണ്ടു. ഛേ, ആ ഡോക്ടർക്ക് വരാൻ കണ്ട ഒരു നേരം. സാരമില്ല ശിവാനി, കൊള്ളാം കേട്ടോ. നീ നിന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്തു. നന്നായി. മതികളേക്കാൾ ഇതെന്റെ ആവശ്യമല്ലേ. കുട്ടിമണിയെ തീർക്കും ഞാൻ. വയലോരം വീട് നശിപ്പിക്കുകയും ചെയ്യും. ശിവാനി ഇപ്പോഴാ ശരിക്കും കണ്ണകിയായത്. എന്തിനും ഏതിനും മതികല എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിലെന്താ എത്ര സംശയം? മതികല ശിവാനിയുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ദേ, ഞാൻ മാത്രമല്ല, എന്റെ അമ്മയും. ശിവാനിക്ക് നീതി കിട്ടണം. ശിവയെ കൊന്നവർ ശിക്ഷിക്കപ്പെട്ടെങ്കിലല്ലേ ശിവാനിക്ക് നീതി കിട്ടത്തുള്ളൂ. അതിന് കേസും കോടതിയായിട്ടൊന്നും പോവേണ്ട കാര്യമില്ല ശിവാനി. ദേ, ഈ റൂട്ട് തന്നെയാ ഏറ്റവും നല്ലത്. പാടത്തിട്ട് പണി തന്നവർക്ക് ആ പാടത്തിട്ട് തന്നെ കൂലിയും കൊടുക്കണം. അല്ല, ശിവാനി ഇപ്പൊ എവിടെ നിൽക്കുക? കുട്ടിമണി കിടക്കുന്ന ആശുപത്രിക്കരികിലുണ്ട്. ആണോ? എങ്കിൽ അവിടെ തന്നെ നിക്കണം. ഞാനൊരു വണ്ടി ഇപ്പൊ അങ്ങോട്ട് അയക്കാം. അതിൽ കയറി ഇവിടേക്ക് പോരെ. ശരി. ശിവാനി, നീ എന്നെ ശരിക്കും അതിശയിപ്പിച്ചു. എന്താ മോളെ നിന്റെ ഉദ്ദേശം? ശിവാനിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനാണോ? ഏയ് അല്ല. പിന്നെ എന്റെ അമ്മേ, ഞാൻ ഈ ശിവാനിയെ ഒരൊറ്റ തവണയല്ലേ കണ്ടിട്ടുള്ളൂ. കണ്ട പാടെ എന്റെ ഉദ്ദേശങ്ങളും മാർഗങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. ആ ഒരൊറ്റ കൂടിക്കാഴ്ച കൊണ്ട് തന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ശിവാനി ചില്ലറക്കാരിയല്ലമ്മേ. ചിലപ്പം മാണിക്യമംഗലത്ത് ജലജകുമാരിക്ക് പോലും അവളുടെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അതിനാണോ അവളെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? ഏയ്, ഈ വീട് ശിവാനിക്ക് പറ്റില്ലമ്മേ. അവക്ക് പോകേണ്ട സ്ഥലം അത് ഞാൻ വേറെ കണ്ടുവച്ചിട്ടുണ്ട്. ശിവാനിയെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. ഇറ്റ്സ് ഫൈൻ. വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുപോയ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടും തകർത്തു കളഞ്ഞു. ഡോക്ടർ, മനസ്സജൻ, വേറിട്ടൊരു ചികിത്സാ രീതി ആയിരുന്നല്ലോ ഇത്. ഒരു മേജർ സർജറിക്ക് പേഷ്യന്റിനെ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഒപ്പിടും. ഒരുപക്ഷെ പേഷ്യന്റിന് മരണം വരെ സംഭവിക്കാം എന്നൊരർത്ഥം അതിനുണ്ട്. ഡോക്ടർ, മനസ്സജൻ, തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല. പച്ചമരുന്നുകൾ കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ ഒരു ശരീരത്തെ പൂർണ്ണമായും ഭേദപ്പെടുത്തി പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാളിൽ നിന്നാ അപായം സംഭവിച്ചിരിക്കുന്നത്. കുട്ടിമണിയെ ഒരു പക്ഷേ കോമ സ്റ്റേജിൽ പോലും തിരികെ കിട്ടിയെന്ന് വരില്ല. ഇത്രയും നാളും കുട്ടിമണിയുടെ ജീവൻ ഞങ്ങളുടെ കയ്യിലായിരുന്നു. പക്ഷെ ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. സീതേടത്തി, എന്റെ കുട്ടു പോയാ പിന്നെ എനിക്ക് കുഞ്ഞുമണിക്ക് പിന്നെ ആരുണ്ട് സീതേടത്തി? ദൈവം എന്തിനാ പിച്ചളെ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്?
ഭായി, ഞാൻ അന്നേ പറഞ്ഞല്ലേ ശിവാനി പഴയ പോലല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ടും ബായി അത് കണക്കിലെടുത്തില്ലല്ലോ. അല്ലിയുടെ സ്ഥാനത്ത് ബായി കണ്ടത് ഒരു പിശാചിനെയാണെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? ശിവാനി വയലോരം വീട്ടിൽ വന്നു കയറിയത് അത്ര നല്ലതിനല്ലെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞു തപ്പിച്ചല്ലേ. ബാലേട്ടനോ സിജനോ ആരും എന്റെ വാക്കുകളെ മുഖവിലേക്ക് എടുത്തില്ല. ശിവയുടെ പെങ്ങളാണെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും അവളെ വയലോരം വീട്ടിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. അതിന് കഴിയാതെ പോയതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് അവള് നമ്മളെ എത്തിച്ചത്. സീതെടുത്തി, അവളെ ഞാൻ എന്റെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടിരുന്നു. എന്നിട്ടും അവളെന്റെ ചങ്ങിനിട്ടല്ലേ കുത്തിയത്. ശിവയുടെ പേരിൽ അവൾക്ക് എന്തെങ്കിലും കണക്ക് തീർക്കാനുണ്ടായിരുന്നെങ്കിൽ അത് എന്നോടാകായിരുന്നില്ലേ? എന്തിനാ എന്റെ കുട്ടുവിനോട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? എന്റെ കുഞ്ഞുമണി ഓർത്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നൂടെ? നമ്മൾ അവളെ തിരിച്ചറിയാതെ പോയല്ലോ ബായ്. അവൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നത് കുട്ടിമണി പെങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. തമ്പി സാറിനെ ആശുപത്രിയിൽ പോയി കണ്ടുവന്നതിന്റെ അന്ന് കൃഷ്ണ ഡോക്ടർ പറഞ്ഞത് ബായിക്ക് ഓർമ്മല്ലേ? ശിവാനി കുട്ടിമണി പെങ്ങൾ കിടക്കുന്ന റൂമിന്റെ വാതില് തുറക്കാൻ നോക്കി. അന്ന് അവൾ എന്താ പറഞ്ഞത്? കുട്ടിമണി പെങ്ങളെ കാണാനുള്ള കൊതിയോണ്ട് പറ്റിപ്പോയതാണ്. ഇപ്പൊ ബോധ്യമായില്ലേ ബായി, കുട്ടിമണി പെങ്ങളെ കൊല്ലാനുള്ള കൊതിയോണ്ടാണെന്ന്. വാതിൽ തുറക്കാൻ പറ്റാതെ പോയതിന്റെ നിരാശ അവളുടെ മുഖത്തുണ്ടായിരുന്നു. അന്നേ അവള് തക്കം നോക്കിയിരിക്കായിരുന്നു ബായി. എന്റെ കൈയും കാലും തളരും. ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെ കുട്ടു. ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും കുട്ടിമണി പെങ്ങളോട് ദൈവം കരുണ കാണിക്കും ബായി. കുട്ടിമണി പെങ്ങളുടെ ജീവന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യും. ബായി സമാധാനിക്കും. അതെ സിജ, ഇപ്പോ നമ്മളിങ്ങനെ തളരുകയല്ല വേണ്ടത്. മരുന്നുകളിലുള്ള പ്രതീക്ഷ ഇല്ലാതായെങ്കിലും ദൈവത്തിലുള്ള പ്രതീക്ഷ ലെസ്ലി ഡോക്ടർ കൊണ്ടല്ലോ. നമ്മുടെ കുട്ടിമണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സിജനൊന്ന് സമാധാനിക്കും. അതെ ബായി. സിജ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എല്ലാവർക്കും ഉണ്ട് വിഷമം. പാല് കൊടുത്ത കൈക്ക് തന്നെ ശിവാനി കൊത്തി. അതിനുള്ളത് ദൈവം അവക്ക് കൊടുത്തോളും. ഇനി കുട്ടിമണിയുടെ കാര്യം മാത്രം ചിന്തിച്ചാ മതി. അത് ചിന്തിക്കുമ്പോഴാ സീതെടുത്തി സഹിക്കാൻ പറ്റാത്തത്. കൃഷ്ണ ഡോക്ടർ പറഞ്ഞത് ഇത്രയും നാൾ അവരൊക്കെ മനസ്സർപ്പിച്ച് ചെയ്ത ചികിത്സ നിനച്ചിരിക്കാതെ പാളിപ്പോയന്റെ നിരാശയും വിഷമൊക്കെ കൂടിയപ്പം അങ്ങനെ പറഞ്ഞു പോയതാവും. അതെ, ഒന്നും പറ്റില്ല നമ്മളെ കുട്ടിമണി പെങ്ങൾക്ക്. ഹായ്. എന്താ എല്ലാരും ഒരുമാതിരി വല്ലാതിരിക്കുന്നേ? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത മട്ടില് കണക്കെടുപ്പ് നടത്താൻ വന്നിരിക്കുകയാണല്ലേ? കണക്കെടുപ്പ് നടത്താനോ? എന്ത് കണക്കെടുപ്പ്? വല്ലാതങ്ങ് വിളച്ചിലെടുക്കല്ലേ. വട്ട അഭിനയിക്കാനും ചത്തു ജീവിക്കാനും കേമത്തിയാണല്ലോ. അപ്പം ഏതു തരം അഭിനയവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശിവാനിയെ വിഷം കുത്തി നിറച്ച് ഇളക്കി വിട്ട് നീയല്ല. അയ്യോ, ശിവാനിയെ ഞാൻ ഇളക്കി വിട്ടെന്നോ? അതിന് ശിവാനിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. മതി നിന്റെ അഭിനയം. നീ പറഞ്ഞിട്ട് തന്നെയാ ശിവാനി കുട്ടിമണിയുടെ ചികിത്സാ മുറിയുടെ വാതിൽ തുറക്കാൻ നോക്കിയത്, കുട്ടിമണിയെ ഇല്ലാതാക്കാൻ വേണ്ടി. എന്റെ കുട്ടൂന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. കുട്ടൂന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ എന്ത് പഴച്ചു? ശിവാനി വല്ലതും കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മിടുക്ക്. സ്വന്തം അണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയവരോട് അനിയത്തിയായ ശിവാനിക്ക് പകയുണ്ടാവാതിരിക്കൂ.
ശിവാനിയെ നേരി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. ശിവയുടെ കാര്യങ്ങളെല്ലാം പറയാൻ ഉദ്ദേശിച്ചതുവാ. പക്ഷേ അതിനു മുമ്പേ ശിവാനി സത്യങ്ങളെല്ലാം അറിഞ്ഞു. അതാവൂ ഇങ്ങനെ ചെയ്തത്. മിടുക്കിയാ ശിവാനി. ഇടുക്കി എന്റെ കുട്ടുവിന്റെ ജീവൻ ഇല്ലാതാക്കനാ ശിവാനി നോക്കിയത്. അവളെ ജീവന തുല്യം സ്നേഹിച്ചതിനുള്ള കൂലി. മതികലയുടെ അടുത്തേക്കാണെന്നും പറഞ്ഞാ ശിവാനി ഇവിടുന്ന് പോയത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. എന്റെ അടുത്തേക്കാ വരുന്നെന്ന് പറഞ്ഞോ ശിവാനി? ആ ശിവാനി എന്റെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല. എന്റെ അടുത്തേക്ക് വരാൻ മാത്രം ഞാനും ശിവാനിയും തമ്മില് എന്ത് ബന്ധമുള്ളത്? എന്ത് ബന്ധമുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. ഈ വരവിന്റെ ഉദ്ദേശം അറിയാം. നീയൊന്ന് കേട്ടോ, കുട്ടിമണി പെങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഒരു മതികലയോ ശിവാനിയോ വിചാരിച്ചാൽ എന്റെ കുട്ടുവിന്റെ ജീവൻ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കലേ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി കുട്ടിമണി എന്ത് തെറ്റാ കലയോട് ചെയ്തത്? ഇപ്പോഴും കുട്ടിമണി വിളിക്കുന്നത് കൊച്ചേച്ചിന്ന് തന്നെയാ. ആ വിളിയിലെ സ്നേഹം പോയിട്ടില്ല ഇപ്പോഴും. സ്നേഹം? ആർക്ക് വേണം അവളുടെ സ്നേഹം? ഇനി കേട്ടോ, നിങ്ങളുടെ നാശം അത് തന്നെ എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്താൻ എന്ത് കളിയും ഞാൻ കളിക്കും. ആരെ വേണമെങ്കിലും ഞാൻ ഉപയോഗിക്കും. ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇവിടെ കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കുട്ടിമണി തിരിച്ചു വരില്ല. മതികലയായി പറയുന്നത്. ഈ സാധനത്തിനും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോട്ടമായി. കലിയുണ്ട് സഹിക്കാൻ പറ്റില്ല എനിക്ക്. വേണ്ട വെച്ചല്ലേ, ഈ കാണിക്കുന്നതിനൊക്കെയുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കോളും. സീതേ, എന്താ എന്തു പറ്റി? ബാലേട്ട, നമ്മുടെ കുട്ടിമണിയുടെ ചികിത്സ മുടങ്ങി. എന്താ സീത നീ പറയുന്നത്? അതേ ബാലേട്ട, മുടങ്ങിയതല്ല, മുടക്കിയതാ. ആര്? ശിവാനി. അതേ ബാലേട്ട, ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ശിവാനി ചികിത്സാ മുറിയുടെ വാതിൽ തുറന്ന് കുട്ടിമണിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അവിടെയുള്ളവരാരും ശിവാനിയെ കണ്ടില്ലേ? ഇല്ല ബാലേട്ട, അവള് തന്ത്രപൂർവ്വം എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. തക്കം നോക്കി വാതിൽ തുറന്നു. ഈശ്വര, എന്റെ കുട്ടിമണി! സംഭവ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ബാലേട്ട. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? കുട്ടിമണിയുടെ ചികിത്സ അവര് കൈയൊഴിഞ്ഞ മട്ട ബാലേട്ട. സീതേ, അതേ ബാലേട്ട, അവരുടെ പാകപ്പിഴ കൊണ്ട് സംഭവിച്ചതല്ലോ. നമ്മോടൊപ്പം നിന്നൊരാളിൽ നിന്നല്ലേ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. എന്നാലും സീത, കുട്ടിമണി അവരുടെ ചികിത്സയിലല്ലേ? ഈ ചികിത്സ ഇനി തുടരാൻ പറ്റില്ലെന്നാ ബാലേട്ട അവര് പറയുന്നത്. മനസ്സൊരുക്കി ദൈവത്തെ വിളിക്കാനും പറഞ്ഞു. അപ്പച്ചമ്മേ, നമ്മുടെ കുട്ടിമണി! മോനെ ബാല, ഇത് കേട്ടപ്പോ മുതൽ തകർന്നു നിൽക്കുകയാണ് ഞങ്ങള്. നമ്മുടെ കുട്ടിമണിയുടെ രോഗം പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടു വരാൻ ഇനി മണിക്കൂറുകളിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പച്ചമ്മേ. അവളെ എന്തിനാ ബാല ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവളീ വീടിന്റെ കാലത്തെയായിട്ടല്ലേ വന്നു കയറിയത്. ശിവയുടെ പെങ്ങളാണെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും ഉപേക്ഷിക്കേണ്ടതായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ബാലേട്ട, അവൾ ഈ വീട്ടിലോട്ട് വന്നു കയറിയത് നല്ലതിനല്ലെന്ന്. ഇപ്പൊ എന്തായി? കുട്ടിമണിയെ കൊല്ലണമെന്ന് തീർച്ചപ്പെടുത്തി തന്നെ അവളത് ചെയ്തത്. ശിവയുടെ ചോര തന്നെയല്ലേ അവളിലുള്ളത്. കൊല്ലും കൊലയും മാത്രമേ അവളുടെ ചിന്തയിലും വരൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടി ഒരുമ്പട്ടവളെ, നിനക്ക് കൊല്ലാനായിരുന്നെങ്കിൽ ഞാൻ നിന്ന് തരുമായിരുന്നല്ലോ. എന്തിനാ എന്റെ കുട്ടിയോട് നീ ഈ കടുങ്കൈ ചെയ്തത്? യോ, എന്റെ പരിചയക്കാവിൽ അമ്മേ, എനിക്കിതൊന്നും കാണാൻ മേലേ. എന്നിട്ട് അവൾ എവിടെയാ ശിവാനി? മതികലക്കരികിലേക്കാണെന്ന് ഭീഷണി മുഴക്കിയിട്ട് അവളിവിടുന്ന് പോയിരിക്കുന്നത്. മതികലയുടെ അടുത്തേക്ക് പോണമെങ്കിൽ? അതേ ബാലേട്ട, ഇത് അവളുടെ കളി തന്നെയാ. മതികലയുടെ അവള് പറഞ്ഞിട്ട് തന്നെയായിരിക്കും ശിവാനി കുട്ടിമണിയെ കൊല്ലാൻ നോക്കിയത്. അപ്പൊ ശിവാനിയെ കൂട്ടുപിടിച്ച് വയലോരം വീട് തകർക്കാനാ മതികലയുടെ ഉദ്ദേശം.
അയ്യപ്പൻകുട്ടി സാറാണല്ലോ വിളിക്കുന്നത്. അയ്യപ്പൻകുട്ടി സാർ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ ആ സാറേ. ആ മനസ്സിലാ, ഞാൻ അയ്യപ്പൻകുട്ടി. എന്താ സാറേ? ഒരു മെയിൻ മാറ്റർ പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. എനിക്കേ ഒരു ട്രാൻസ്ഫർ അടിച്ചു കിട്ടി. വെറും ട്രാൻസ്ഫർ അല്ല, പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അയ്യോ, പെട്ടെന്നിങ്ങനെ വരാൻ എന്താ സാറേ പ്രശ്നം? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കൂടെ സ്ഥാനവും സ്ഥിരതയൊന്നും കിട്ടില്ലല്ലോ. പട്ടാപ്പകൽ അഴിമതിയും കാണിച്ച് പീഡനത്തിനിരയായ പെൺകുട്ടികളെ തെറിയും വിളിച്ച് നടക്കുന്ന പോലീസുകാരൻ്റെ തൊപ്പിയും തെറിക്കില്ല, കസേരയാണെങ്കില്ല. CA അയ്യപ്പൻകുട്ടിയുടെ ജീവിതം കൊണ്ടൂലേ ഭരണവും പ്രതിപക്ഷവും എന്ന് പറയുന്നത് നേരും തിന്മയുമാണ്. ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫറും അതുകൊണ്ട് സംഭവിച്ചതാ. അല്ല, ആരാ സാറേ ഇതിന്റെ പിന്നിൽ? ആരോ മനഃപൂർവ്വം കളിച്ചതാടാ. ഞാനിവിടെ നിന്ന് തെറിക്കുമ്പോൾ ചിലരുടെ ഉദ്ദേശങ്ങൾ നടക്കും, അത്ര തന്നെ. പിന്നെ ഈ വിവരം ഞാൻ നിന്നെ വിളിച്ചറിയിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. സാറേ, ഞാനെന്തിനാ? എടാ, ഞാനിവിടെ ഇരിക്കുന്നുണ്ട് നിന്നെ ഉന്നം വയ്ക്കുന്നവർക്ക് കാര്യം നടത്താനാവില്ല. അതാണ് ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫറിനുള്ള കാരണം. ആ ശരി സാറേ, എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയില്ല. എൻ്റെ കുട്ടു, വയലൂരം വീട്ടിലുള്ളവർ, അതേ ഉള്ളൂ എൻ്റെ പേടി. എടാ, അത് അറിയുന്നുണ്ടല്ലോ, ഒന്ന് കരുതിയിരിക്കാൻ ഞാൻ പറഞ്ഞേ. ആ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് സാറേ. ആ, അന്ന് നമ്മൾ രക്ഷിച്ച ശിവാനി ഓർമ്മയില്ലേ സാറേ? ശിവയുടെ പെങ്ങള്. ശിവാനി ഇവിടുന്ന് പോയി. അതെന്തു പറ്റി? അത് ശിവാനി എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അതിനു വേണ്ടി കളിച്ചതും ആ മതികല തന്നെയാ. ഞങ്ങളെ ആരെയും വെറുതെ വിടില്ലെന്ന് പറഞ്ഞാ ശിവാനി പോയിരിക്കുന്നത്. എടാ, പെണ്ണാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. കൊഞ്ചിക്കൊണ്ട് വഞ്ചിക്കും, വഞ്ചിക്കുന്നവർക്ക് വഴങ്ങിക്കൊടുക്കും, കൂടെ നിന്ന് ചതിക്കും, ഒറ്റും. ഏതായാലും ആള് പോയല്ലോ. ശിവയുടെ പെങ്ങൾ ഒപ്പം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അപകടം മണത്തത്. പിന്നെ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ നിനക്ക്? സ്നേഹം അളവ് നോക്കാതെ വാരിക്കോരി കൊടുക്കുന്നവരെല്ലാം വിഡ്ഢികളാണ്. ഒക്കെ മറന്നല്ലടാ. ഞാനിവിടെ നിന്ന് പോകുന്നതേ ഉള്ളൂ തൽക്കാലത്തേക്ക്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ പഠിക്കണ്ട കേട്ടോ? ആ ശരി സാറേ. എന്താ സിജ, ആരാ വിളിച്ചേ? അയ്യപ്പൻകുട്ടി സാറാ. സാർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിരുന്നു. ട്രാൻസ്ഫറോ? എന്തു പറ്റി? ആരോ മനഃപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യിച്ചതാ. പോകുന്ന വിവരം പറയാൻ വിളിച്ച കൂട്ടത്തിൽ ഒന്ന് കരുതിയിരിക്കാനും പറഞ്ഞു. ഇനി മതികലയും ശിവാനിയും കൈകോർക്കും നമുക്കെതിരെ. കൈകോർക്കട്ടെ, എന്നിട്ട് എന്ത് കാണിക്കാനാ? എങ്ങനെ നോക്കിയാലും നമ്മുടെ ഭാഗത്ത് ശരികളേ ഉള്ളൂ. ശിവയ്ക്ക് ശിക്ഷ കൊടുത്തത് മാപ്പില്ലാത്ത തെറ്റ് ചെയ്തതിനാ. ശിവയുടെ പെങ്ങളാണെന്നറിഞ്ഞിട്ടും നമ്മുടെ ശിവാനിയെ സ്നേഹിച്ചില്ലേ? കൂടപ്പിറപ്പിനെ പോലെ കൂടെ കൂട്ടിയില്ലേ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ കഴിഞ്ഞില്ലേ? അയ്യപ്പൻകുട്ടി സാർ പറഞ്ഞ വാക്കാ ശരി. ഒരളവും തൂക്കവും നോക്കാതെ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവർ വിഡ്ഢികളാവുകയാണെന്ന്. ബാലേട്ടാ, എനിക്കെൻ്റെ കുഞ്ഞുമണി ഒന്ന് കാണണം. എന്താ സിജ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നല്? ഒന്നും ഉണ്ടായിട്ടല്ല, കാണാനൊരു കൊതി. ഒന്ന് കൊണ്ടുവരാവോ? ശരി ബാലേട്ടാ. കുട്ടിമണിക്ക് എങ്ങനെയുണ്ട് ബാല? ഇപ്പോ അങ്ങനെ പേടിക്കാനൊന്നുമില്ല അപ്പച്ചേമ്മ. ലെസ്ലി ഡോക്ടറുടെ വാക്കുകളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് തന്നെയാ. കുട്ടിമണിക്ക് ഒരു ആപത്തും വരില്ല. ബാല, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. നിങ്ങളുടെ രണ്ടാളുടെ മുഖം കണ്ടാൽ അറിയാലോ. അപ്പച്ചേമ്മ അങ്ങനെയൊന്നുമില്ല. ശിവാനി എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ സുഖം പ്രാപിച്ച് കുട്ടിമണി പുറത്തു വന്നേനല്ലേ? ശിവാനിയുടെ ചെയ്തി കുട്ടിമണിയെ മാത്രമല്ലല്ലോ അപ്പച്ചമ്മേ, ലെസ്ലി ഡോക്ടറെയും നമ്മളെ ഒക്കെ തളർത്തി കളഞ്ഞില്ലേ? എന്റെ പരുത്തിക്കാവിൽ അമ്മേ, അവക്കിതിന് തക്ക ശിക്ഷ നീ കൊടുക്കണേ. എന്നാലും ശിവാനിയുടെ മനസ്സിന്റെ കട്ടി അത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അപ്പച്ചമ്മേ. നമ്മുടെ കുഞ്ഞുമണിയെ ഓർത്തെങ്കിലും അവൾക്ക് ആ ദ്രോഹത്തിൽ നിന്ന് പിന്മാറായിരുന്നില്ലേ? ശാരദയുടെയും അച്യുതന്റെയും കണ്ണുള്ളത് കൊണ്ടാ തലനാരിഴയ്ക്കാണെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കുട്ടിമണി രക്ഷപ്പെട്ടത്. ശിവയുടെ പേരില് നമ്മളോടുള്ള കണക്ക് തീർത്തതായിട്ട് ശിവാനിക്ക് തോന്നും.
പക്ഷേ അവളെ കൊണ്ടിത് ചെയ്യിച്ചതല്ലേ ആ മതികല. കുട്ടിമണിക്കൊന്നും സംഭവിക്കാതെ പോയത് നമ്മുടെ ഭാഗ്യം. ഇന്നലെ വരെ ഈ വീട്ടിലുണ്ടായിരുന്നവളിപ്പോ മതികലയുടെ വീട്ടിലുണ്ടാവും. കുട്ടിമണിയെ കൊല്ലാൻ നോക്കിയ ശ്രമം പാളിപ്പോയതല്ലേ? നമ്മളോടുള്ള പക ഉള്ളിലുള്ളതുകൊണ്ട് ശിവാനിയെ മതികല കൂടെ നിർത്തും. നമ്മളെ ദ്രോഹിക്കാൻ അമ്മയ്ക്കും മകൾക്കും പുതിയൊരു കൂട്ടാളിയെ കൂടി കിട്ടിയതല്ലേ? പോട്ടെ നാശങ്ങള്, ഇനി ഈ കൺമുമ്പിൽ കാണാനിട വരരുത്. അതെ അപ്പച്ചമ്മേ, ഇന്നുവരെ സംഭവിച്ചതെല്ലാം മറക്കണം നമുക്ക്. കുട്ടിമണി സുഖപ്പെടും. ഒരു പുതിയ കുട്ടിമണിയെ നമുക്ക് കിട്ടിയ പിന്നെ എല്ലാം പുതിയത് തന്നെ ആയിരിക്കണം. പഴയതൊന്നും ഓർമ്മിപ്പിച്ച് കുട്ടിമണിയെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ ഇപ്പൊ വന്നിറങ്ങിയ ശിവാനിയെ സഹിതം നമ്മൾ മറന്നേ പറ്റൂ. കുട്ടിമണിക്ക് വേണ്ടി നമുക്കെല്ലാം മറക്കാൻ കഴിയും ബാല. പക്ഷേ കുഞ്ഞുമണിയുടെ കാര്യത്തിൽ നാളെ കുട്ടിമണിക്ക് വലിയ വിഷമങ്ങളുണ്ടാവില്ലേ? കുഞ്ഞുമണിയെ കൂടെ സുഖപ്പെടുത്തി തരാൻ ആ സായിപ്പ് ഡോക്ടറോട് ഒന്ന് പറഞ്ഞു നോക്ക്. രോഗം എന്തെന്നറിയാതെ കുഞ്ഞുമണിയിൽ എന്ത് ചികിത്സയാ അപ്പച്ചമ്മേ സായിപ്പ് ഡോക്ടർ നടത്തേണ്ടത്? വളരും തോറും പുറത്തു വരാവുന്ന രോഗമല്ലേ കുഞ്ഞുമണിക്കുള്ളത്. കുഞ്ഞുമണിയെ ഇടയ്ക്കിടെ ലെസ്ലി ഡോക്ടറുടെ അടുത്ത് കൊണ്ട് കാണിക്കണം. അക്കാര്യത്തിലാണ് നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, കുഞ്ഞുമണിക്ക് ഒരു ആപത്തും വരുത്തരുത്. അവിടെ സിജനാകെ തളർന്ന നിലയില. അതിനിടയിൽ വേറൊന്നും കൂടി ഉണ്ടായി. സി അയ്യപ്പൻകുട്ടി സാറിന് സ്ഥലം മാറ്റമായി. ഒരാവശ്യം വന്നാൽ വേഗം വിളിച്ചു പറയാനും ഓടിച്ചെല്ലാനും അയ്യപ്പൻകുട്ടി സാർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. പെട്ടെന്നിങ്ങനെ ഒരു സ്ഥലം മാറ്റം മനഃപൂർവ്വം ആരോ സ്ഥലം മാറ്റിച്ചതാ. മതികലയുടെ തിരിച്ചുവരവ് കുട്ടിമണിയെ ശിവാനി അപായപ്പെടുത്താൻ നോക്കിയത്, അയ്യപ്പൻകുട്ടി സാറിന് ഇപ്പൊ സ്ഥലം മാറ്റിയത്, എല്ലാം കൂടി നോക്കുമ്പോ എന്തോ അപകടം വരാൻ പോകുന്ന പോലെ തോന്നുക. സിജൻ കുഞ്ഞുമണിയെ കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞുമണി ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. കുഞ്ഞുമണിയും കൊണ്ട് ഞാൻ പോവാ ബാലേട്ടാ. മനസിജമ്പായുടെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഓരോ ദിവസം കഴിയും തോറും വേദനയ്ക്ക് മേൽ വേദനയാണല്ലോ ദൈവം തരുന്നത്. ദൈവങ്ങളെ വിളിക്കാത്ത ഒരു നേരവും ഇല്ല. എന്നിട്ടും സാധാരണ മോൾ ഈ സമയത്ത് ഉറങ്ങുന്നത്. ദൈവം ഇനി എന്ത് വിധിച്ചാലും അത് ഏറ്റുവാങ്ങാൻ മനസ്സ് പാകപ്പെടണം, അല്ലേ പിച്ചളെ? എൻ്റെ കുട്ടുവിനെ എനിക്ക് ജീവനോടെങ്കിലും തിരിച്ചു കിട്ടണം പിച്ചളെ. ദൈവം അതിനുള്ള കനിവ് കാണിക്കുമായിരിക്കും അല്ലേ? ബായ് വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടണ്ട. കുട്ടിമണി പെങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ സന്തോഷം വരുന്നു വിശ്വസിക്കുന്നവനാ ഞാൻ. നേരെ പിച്ചളെ, എൻ്റെയും കുട്ടുവിൻ്റെയും ജീവിതത്തിലേക്ക് നാളെ സന്തോഷം കൊണ്ടുവരാൻ പോകുന്നത് ഇവളാ, എൻ്റെ കുഞ്ഞുമണി. ഒരല്ലലും ഇല്ലാതെ എൻ്റെ കുഞ്ഞുമണി എനിക്ക് വളർത്തണം, പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. നല്ല ഒന്നാം തരം ഒരു ജോലി നേടിയതിൻ്റെ ഗമയിലിരിക്കുന്ന കുഞ്ഞുമണിയെ എനിക്ക് കാണണം. ബായുടെ ഈ സ്വപ്നങ്ങൾക്ക് ഒരു കോട്ടും തട്ടാൻ പോണില്ല. കുട്ടിമണി പെങ്ങളെക്കാൾ മിടുക്കിയായി കുഞ്ഞിമണി വളരും, നല്ല നിലയിലെത്തും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പിച്ചളെ. അമിതമായിട്ട് ആരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും പാടില്ലെന്ന് ദൈവം നമ്മളെ ഇപ്പൊ പഠിപ്പിച്ചില്ലേ? അതെ ബായ്, ഒരു സുഹൃത്തിനേക്കാൾ ഉപരി ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടിട്ടും ശിവ കാരണം എൻ്റെ ബായിക്ക് സങ്കടങ്ങളല്ല ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ശിവാനിയെ ഞാൻ വിശ്വസിച്ചിരുന്നു പിച്ചളെ. എൻ്റെ അല്ലിയുടെ സ്ഥാനത്തല്ലേ ശിവാനിയെ ഞാൻ കണ്ടിരുന്നത്. ഇനി അങ്ങനെയൊന്നും വേണ്ട പിച്ചളെ. കുട്ടിമണി, കുഞ്ഞുമണി, വയലോരം വീട്, ഇനി അത് മതി. അങ്ങനൊരു വേലിക്കെട്ടിനുള്ളിൽ നിന്ന് ജീവിച്ചു തുടങ്ങണം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കുന്നത്? ഈ തീരുമാനമായി നല്ലത്. നമുക്ക് നമ്മുടെ ജീവിതം വലുത്.
ശിവയും ശിവാനിയും പോലെ ആരും ഇനി ബായുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. ആർക്ക് വേണ്ടി കടന്നു ഓടിയാലും ഒടുക്ക എന്തെങ്കിലും പറ്റിപ്പോയാ നോക്കാൻ നമ്മുടെ വീടും വീട്ടുകാരും മാത്രമേ കാണൂ. ഡോക്ടർ, എന്താ കുഞ്ഞുമണി ഉറങ്ങിയോ? ഞാൻ ഉറക്കാൻ കുറെ പാടുപെട്ടു. കുട്ടിമണിയുടെ കയ്യിലായിരുന്നെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിയേനെ. കുഞ്ഞുമണിയെ വീട്ടിൽ നിർത്താൻ പാടില്ലേ? എനിക്കൊന്ന് ഇവളെ കാണണമെന്ന് തോന്നി, അങ്ങനെ കൊണ്ടുവന്നതാ. പിന്നെ വീട്ടില് സീതയെടുത്തി അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടാപ്പം ഉള്ളതുകൊണ്ട് സീതയെടുത്തിക്ക് അവനെ നോക്കാനേ സമയം കാണുള്ളൂ. അപ്പച്ചിയമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവര് നോക്കില്ലേ? അവര് വയസ്സായവരല്ല ഡോക്ടർ, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. കുഞ്ഞുമണിക്കിപ്പോ ഞാൻ മാത്രല്ലേ ഉള്ളൂ. അമ്മയുടെ സ്നേഹം കൂടി എനിക്ക് കൊടുത്തല്ലേ പറ്റൂ. എന്തായാലും കുട്ടിമണിയുടെ ചികിത്സയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്ന ആരെയും ഇനി ഒപ്പം കൂട്ടാതെ ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. പിച്ചളേ, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്ത്? അതെ, ശിവാനിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ കുട്ടിമണി പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ശിവാനിയെ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതം ആണല്ലോ. അതെ, ഇവരുടെ വിവാഹം വരെ മതി ഇവിടെ താമസിപ്പിക്കുന്നത്. പിച്ചളയുടെയും കൂടെ വീട് തന്നെയാ ഇത്. മനസ്സിജനെന്ന് പറഞ്ഞ ചാവാൻ വരെ നിൽക്കുന്ന ആളെ ഈ പിച്ചള. അപ്പോ പിച്ചള കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ സ്വന്തം പോലെ നോക്കണ്ടേ ഞങ്ങള്? ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാണ് താലി ചരടിലൊരു സുരക്ഷിതത്വം. അത് മറ്റെവിടെ കിട്ടുന്നതിനേക്കാൾ നന്നായി ഇവിടെ കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അത് മതി. പിന്നെ പരിചയക്കുറവുണ്ട് പലതിലും. മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്നു പറയണം. അന്യോന്യം പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. മനസ്സിലാക്കിയ പരിഹാരം ഉണ്ടാവും. എനിക്ക് നഷ്ടപ്പെട്ട അല്ലിയുടെ സ്ഥാനത്താ ശിവാനി. ഈ കണ്ണ് നനയാൻ ഞാൻ അനുവദിക്കില്ല. സിജണൻ തന്ന വാക്കിൽ എനിക്ക് ഉറപ്പുണ്ട്. ഈ തണലിൽ ഏത് നടുക്കടലിലായാലും ഈ അനിയത്തിക്കുട്ടി സുരക്ഷിതയായിരിക്കും. അനിയത്തിക്കുട്ടിയാണത്രേ. എന്റെ എല്ലാമായ ശിവാണന്റെ കൊലയാളിയുടെ ഒരു സ്നേഹവും എനിക്ക് വേണ്ട. നല്ലൊരു വാർത്തയോട് കൂടി തന്നെ തുടങ്ങാം നമ്മൾ തമ്മിലുള്ള യുദ്ധം. കുട്ടിമണി ഇല്ലാതായെന്ന വാർത്തയോടുകൂടി. എന്റെ ശിവാണന്റെ ജീവിതം ഇല്ലാതാക്കിയ ഈ നശിച്ച കൈകൊണ്ട് എന്റെ കഴുത്തിൽ താല വീഴാതിരുന്നത് ഭാഗ്യം.